നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്താരാഷ്ട്ര സഹകരണ ദിനാചരണ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കാറ്റിലും മഴയിലും നിലം പൊത്താറായ വീട്ടിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് കോടന്നൂർ കുണ്ടുവീട്ടിൽ ബാബുവും കുടുംബവും. ബിജെപി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാറിനെതിരെ CRPC 107 വകുപ്പ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച് തൃശൂർ റേഞ്ച് DIG ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചു. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. കാരിക്കുളം ഉമ്മത്തൂർ മൊയ്തീന്റെ വീട്ടുമുറ്റത്താണ് ആന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയത്. വാർത്തകൾ വിശദമായി. അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ കോടന്നൂർ ബ്രാഞ്ചിൽ അന്തർദേശീയ സഹകരണ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബാങ്ക് വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത് പതാക ഉയർത്തി. സഹകരണ പ്രസ്ഥാനത്തിന്റെ ആവശ്യകതയും അതിന്റെ സംരക്ഷണവും സംബന്ധിച്ച് സംസാരിച്ചു. പരിപാടിയിൽ ബ്രാഞ്ച് മാനേജർ സദീപ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ വിനീത സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 102ാമത് അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് സഹകരണ ബാങ്കിൽ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അംഗങ്ങൾ സഹകരണ പ്രതിജ്ഞയെടുത്തു. ഡയറക്ടർമാരായ പ്രദീപ് വലിയങ്ങോട്ട്, മജീദ് മുത്തുള്ളിയാൽ, KK രാമൻ, റിജ ജോണി, ഉണ്ണികൃഷ്ണൻ AS, അനിത C, സണ്ണി ചാക്കോ, MS രേഖ എന്നിവർ സംസാരിച്ചു. എല്ലാ മേഖലകളിലും ഏറ്റവും ഉയർന്ന മേഖലകളിലും ഇന്ന് സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുകയാണ്. സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയാണ് സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത്. കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് നിലം പൊത്താറായ വീട്ടിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് പാറളം പഞ്ചായത്ത് കോടന്നൂർ ശാസ്താംകടവ് കുണ്ടുവീട്ടിൽ ബാബുവും കുടുംബവും. കഴിഞ്ഞ ദിവസമാണ് ബാബുവിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നത്. തകർന്ന വീട്ടിൽ നിന്ന് അഭയം തേടി ബാബുവും ഭാര്യ തങ്കമണി, മകൾ നീതു ഇവരുടെ 3 മക്കളടങ്ങുന്ന കുടുംബം ഇപ്പോൾ സമീപത്തെ ഒരു ഒഴിഞ്ഞ വീട്ടിലാണ് താൽക്കാലികമായി താമസിക്കുന്നത്. ബാബു രോഗബാധിതനാണ്. മകൾ നീതുവിന്റെ ഭർത്താവ് അസുഖബാധിതനായി മുൻപ് മരണപ്പെട്ടതോടെ നീതു ചെറിയ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് 6 പേരടങ്ങുന്ന കുടുംബം ഇപ്പോൾ കഴിയുന്നത്. വീടടക്കം 13.5 സെന്റ് സ്ഥലമുള്ള ഇവർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതിനെ തുടർന്ന് തിരിച്ചടയ്ക്കാൻ കഴിയാത്തത് മൂലം ജപ്തി ഭീഷണിയിലുമാണ്. വീട് പുനരുദ്ധാരണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഉൾപ്പെടെ പല സർക്കാർ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങിയതല്ലാതെ പ്രയോജനം ഉണ്ടായില്ലെന്ന് ബാബുവിന്റെ മകൾ നീതു പറഞ്ഞു. ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ കാറ്റിലും മഴയിലും ധൈര്യമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീടിനായി ഭരണാധികാരികളടക്കമുള്ള സുമനസ്സുകളുടെ സഹായം ലഭ്യമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലും കാത്തിരിപ്പിലുമാണ് ഈ നിർധന കുടുംബം. കാലത്ത് തുണികൾ എടുത്തിടാൻ വന്നപ്പോഴേ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് പെര വീണത്. ഞാൻ അവിടുന്ന് പോകുന്നു. ഞാൻ ഇറങ്ങില്ല, പെര വീഴുള്ളപ്പായി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 1.5 ലക്ഷം കിട്ടുമ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ വീട് വീണതിൻ്റെ ശേഷം അവരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് 50,000 ഉറുപ്പ്യ തരാം. 50,000 ഉറുപ്പ്യക്ക് ഞങ്ങൾക്ക് എന്നിട്ട് കാട്ടാനെ. പിന്നെ 1.5 ലക്ഷം കിട്ടുമ്പോൾ 3 മാസമൊക്കെ തയ്യുന്നു പറഞ്ഞവർ. ഇവരുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7594-082309. തൈക്കാട്ടുശ്ശേരി സ്വദേശി ഓട്ടരക്കാട്ടിൽ സൂര്യന്റെ വീട് മഴക്കാലം ആരംഭിച്ച സമയത്ത് സമീപത്തെ പറമ്പിൽ നിന്ന് മരം വീണ് തകർന്നു.
നാളിതുവരെയായി വീടിന് അറ്റകുറ്റപ്പണി പോലും നടത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. ജൂൺ മാസം 20-ാം തീയതിയാണ് സമീപത്തെ പറമ്പിൽ നിന്നിരുന്ന മരം സൂര്യന്റെ വീടിന് മുകളിലേക്ക് വീഴുന്നത്. മരം വീണതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു. സൂര്യനും ഭാര്യയും മകനും മരുമകളും അടങ്ങുന്ന 4 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. വില്ലേജ് അധികൃതരും കോർപ്പറേഷൻ കൗൺസിലറും സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണിക്കായി യാതൊരു സഹായവും ഇതുവരെയും ലഭിച്ചില്ല എന്ന് സൂര്യൻ പറഞ്ഞു. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന വീടാണ്. മൺചുമരുകൾ കൊണ്ടുണ്ടാക്കിയ വീടിന് വിള്ളൽ സംഭവിക്കുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങാൻ ഭയമായതിനാൽ സമീപത്തെ ബന്ധുവീടിനെയാണ് ഇവർ ആശ്രയിക്കുന്നത്. പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പരാതിയൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഞങ്ങളിങ്ങോട്ട് പോന്നു. മണ്ണും ചുമരാണ്, ചുമര് മണ്ണാണ്. അപ്പോൾ ഈ വിവരം പറഞ്ഞു മഴ പെയ്ത് ആകെ തവിട് പൊടിയായിട്ടേ ഇരിക്കും. ഞങ്ങൾക്ക് കിടന്ന് താമസിക്കാനൊന്നും പറ്റില്ല. ഭയങ്കര ഇതാണ്. പിന്നെ ഈ തീവണ്ടി പോണ കാരണം കൊണ്ട് ഭയങ്കര കുലുക്കൊക്കെ ഉണ്ട്. മണ്ണും കട്ടയൊക്കെ വീഴുന്നുണ്ട്. മണ്ണൊക്കെ ഇങ്ങനെ കൊഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് പേടിയായിട്ട് അയലോകത്തപ്പോൾ പോയി കിടക്കണത്. അപ്പോൾ ഇത് അവരെ അടുത്ത് പോയി വരുമ്പോൾ അവർ മെമ്പർ കൗൺസിലറെ കണ്ടപ്പോൾ പറഞ്ഞു എയിനെ കാണാൻ പറഞ്ഞു. എയിനെ കാണാൻ ചെന്നപ്പോൾ കോർപ്പറേഷനിൽ ചെന്നപ്പോൾ എയിനൊന്നും കണ്ടില്ല. അപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞു ഇങ്ങോട്ട് കാട്ടു, എയിൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് ആൾ വരുമ്പോൾ ഞങ്ങൾ കൊടുത്തോണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ തന്നു അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ആൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര സമയത്ത് വിളിക്കാൻ പറഞ്ഞു. ഒരു 10-10:15 മണി നേരത്തെ വിളിക്കാൻ പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ ആൾ പറയുന്നു ഉച്ചയാകുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉച്ചയായപ്പോൾ വിളിച്ചപ്പോൾ ആൾ പറയുന്നു കുറച്ച് ഓടല്ലേ പോയിട്ടുള്ളൂ, ഞങ്ങളൊന്നും വരുന്നില്ല, ഞങ്ങൾ വന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളിപ്പോൾ എന്തോരം ആനതല കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇരിക്കുന്നു. കൂടി വന്നാൽ ഒരു 10 രൂപ 12 രൂപ കിട്ടും. അത് കിട്ടണമെങ്കിൽ ഒരു 1-1.5 കൊല്ലം കഴിയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അവരും പറയുന്നത് കേട്ടിട്ട് കാര്യമില്ലത്. മേഡം ഇവിടെ വന്ന് നോക്കിയാലും ഇതിൻ്റെ ഇത് അറിയാൻ പറ്റില്ല. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടാ? ഇതറിയാൻ പോകണമെന്നില്ല, നിങ്ങൾ ഇവിടെ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവരാരും വന്നിട്ടില്ല, അറിവിന് കിട്ടില്ല. എന്നിട്ടാണ് ഞങ്ങൾ കലക്ടറെ കാണാൻ പോയത്. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെതിരെ CRPC 107 വകുപ്പ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച് തൃശൂർ റേഞ്ച് DIG ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചു. അനീഷ് കുമാറിനെ സ്ഥിരം കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് പാർട്ടി പ്രവർത്തനത്തെ നിർവീര്യമാക്കാം എന്ന് കരുതേണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെതിരെ CRPC 107 വകുപ്പ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച് തൃശൂർ റേഞ്ച് DIG ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചു. അനീഷ് കുമാറിനെ സ്ഥിരം കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് പാർട്ടി പ്രവർത്തനത്തെ നിർവീര്യമാക്കാമെന്ന് കരുതേണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഇതൊരു മര്യാദയില്ലാത്ത ഏർപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ CPM നേതാക്കന്മാർക്കെതിരായിട്ട് എന്തൊക്കെ കേസെടുക്കണം ഈ പോലീസ്? ഞങ്ങൾക്കെതിരായിട്ട് കള്ളക്കേസല്ലേ ചുമത്തിയത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ CPM-ന്റെയും SFI-യുടെയും നേതാക്കന്മാർ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നാം എല്ലാവരും കണ്ടതല്ലേ? എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് SFI നേതാക്കന്മാരും പ്രവർത്തകന്മാരും കാട്ടിക്കൂട്ടുന്നത്. ഏതെങ്കിലും ഒരു SFI നേതാവിനെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട് ഈ തൃശൂർ ജില്ലയിൽ? ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു, തൃശൂർ ജില്ലയിലെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ SFI-യുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിക്കെതിരായിട്ട് 40 ക്രിമിനൽ കേസുണ്ട്. അദ്ദേഹത്തിനായിട്ട് കാപ്പ ചുമത്തണമെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ടുണ്ട്. നിങ്ങൾ എന്താ ചുമത്താത്തത്? അനീഷ് കുമാറിനെതിരായിട്ട് വണ്ണോത്സവം ചുമത്താൻ വേണ്ടി വീരം കാണിച്ചിട്ടുള്ള തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ 40 കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയാക്കിയിട്ടുള്ള SFI നേതാവിനായിട്ട് എന്താ നിങ്ങൾ കേസ് ചുമത്തുന്നത്? ഒരു SFI നേതാവ് മാത്രമല്ല, കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ SFI നേതാക്കന്മാരുണ്ട്. SFI-യുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പിടികിട്ടാപ്പുള്ളിയാണ്. ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ആ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള SFI-യുടെ സെക്രട്ടറി പരസ്യമായിട്ട് പോലീസിനെ തെറി പറഞ്ഞിട്ട് അയാളെ ഒന്ന് പിടിച്ചകത്തിടാൻ ധൈര്യം കാണിക്കാത്ത പോലീസുകാരാണ് ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത്. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ലാത്ത അനീഷ് കുമാറിനെതിരെ എന്തടിസ്ഥാനത്തിലാണ് പോലീസ് ക്രിമിനൽ നടപടി എടുക്കുന്നതെന്നും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെതിരെ ഇത്തരം വകുപ്പുകൾ ചുമത്തിയതിന് പോലീസ് മറുപടി പറയണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. CPM-ആണ് ഞങ്ങളെക്കൊണ്ടത് ചെയ്യിച്ചതെന്ന് പോലീസ് തുറന്നു പറയണം. കരുവന്നൂരിൽ പാവപ്പെട്ടവന്റെ പണം അടിച്ചുമാറ്റിയ സംഭവത്തിൽ
വരും ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ജയിലിലേക്ക് പോകുന്ന കാഴ്ച കാണാം. CPM ജില്ലാ സെക്രട്ടേറിയറ്റിനായി ഒരു മുറി തന്നെ ഒരുക്കിയിടേണ്ടി വരുമെന്നും MT കൂട്ടിച്ചേർത്തു. അന്ന് ഞങ്ങൾ റോഡിലും നിങ്ങൾ ജയിലിലുമായിരിക്കും. 1000-ഓളം പ്രവർത്തകർ പങ്കെടുത്ത BJP മാർച്ച് പോലീസ് കൺട്രോൾ റൂമിന് മുന്നിൽ തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലപ്പിള്ളി കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. ശുചിമുറിയുടെ വാതിലും സെപ്റ്റിക് ടാങ്കും കൃഷിയും ആന നശിപ്പിച്ചു. കാരിക്കുളം ഉമ്മത്തൂർ മൊയ്തീന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പറമ്പിന്റെ അതിർത്തിയിലെ സംരക്ഷണ ഭിത്തി തകർത്താണ് ആന വീട്ടുമുറ്റത്തെത്തിയത്. വാഴയും മറ്റ് കാർഷിക വിളകളും നശിപ്പിച്ച ആന ശുചിമുറിയുടെ വാതിലും സെപ്റ്റി ടാങ്കും തകർക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നെങ്കിലും ഭീതി മൂലം പുറത്തേക്കിറങ്ങിയില്ല. ഇഞ്ചക്കുണ്ടിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ കളക്ടർ കൃഷ്ണ തേജ IAS ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ C രാകേഷ്, പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി, പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, മോഹനൻ വടക്കേടത്ത്, K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. DTPCയുടെ കീഴിലുള്ള ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രം നാശാൽമുഖം ആയിട്ട് നാളേറെയായി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രം നശിച്ചു പോകുന്നത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. ചേറ്റുവ പുഴയുടെ തീരത്ത് പ്രകൃതി ഭംഗിയും കണ്ടൽക്കാടുകളും കണ്ടാസ്വദിക്കുവാനും ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനും ഏറെ പ്രാധാന്യത്തോടെ കോടികൾ മുടക്കി സർക്കാർ പണിതീർത്ത ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രം ഇന്ന് നാഥനില്ലാത്ത കളരി പോലെയാണ്. സർവത്ര സാധനങ്ങളും നശിച്ച് നാമാവശേഷമായി തുടങ്ങി. നടത്തിപ്പുകാരനുമായി ഉണ്ടാക്കിയ കരാർ അവസാനിച്ചിട്ടും കേസിലായി കിടക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറച്ചു നാളുകളായി ഈ പരിസരം സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറി. ഇത്രയും ഭംഗിയായി പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ കഴിയുന്ന ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രം എന്തുകൊണ്ടാണ് അധികൃതർ തിരിഞ്ഞു നോക്കാത്തത്? ആരെ സഹായിക്കാനാണ് സർക്കാരിന്റെ പണം ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉൾപ്പെടെയുള്ളത് നശിക്കുന്നത് കണ്ടിട്ടും നടപടിയെടുക്കാത്തതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. വേണ്ടപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ കെട്ടിടവും സ്ഥലവും പരിശോധന നടത്തി വിശ്രമ കേന്ദ്രത്തെ പരിപാലിച്ച് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി പ്രവർത്തിപ്പിക്കണമെന്നാണ് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്താരാഷ്ട്ര സഹകരണ ദിനാചരണ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കാറ്റിലും മഴയിലും നിലം പൊത്താറായ വീട്ടിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് കോടന്നൂർ കുണ്ടുവീട്ടിൽ ബാബുവും കുടുംബവും. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെതിരെ CRPC 107 വകുപ്പ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച് തൃശൂർ റേഞ്ച് DIG ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചു. പാലപ്പിള്ളി കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. കാരിക്കുളം ഉമ്മത്തൂർ മൊയ്തീന്റെ വീട്ടുമുറ്റത്താണ് ആന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.